എല്ലാ മറവിയും ഡിമെൻഷ്യ അല്ലെങ്കിൽ ആശയനോപകമല്ല. നമ്മൾ സൈക്കോസിസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡിമെൻഷ്യ ഉള്ള ഒരു രോഗി ഒരിക്കലും ഡോക്ടർ എനിക്ക് ഓർമ്മിച്ചുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ വരാറ്. നമ്മൾ വളരെയധികം കാര്യങ്ങളിൽ ഒരു 2-3 ആഴ്ചത്തേക്ക് വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള നമ്മൾ ജോലിക്ക് പുറമെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ വളരെ അടുത്ത പരിചയക്കാർ ആ ദിവസം രാവിലെ വന്നിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കും ഇദ്ദേഹത്തിൻ്റെ പേരെന്താ. മറ്റു കാര്യങ്ങളിൽ വളരെ തിരക്ക് പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് റീകോൾ ചിലപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. എല്ലാ ഡിപ്രഷനും ഡിമെൻഷ്യ അല്ല, അല്ലെങ്കിൽ ഡിമെൻഷ്യ ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഒരു സൈക്യാട്രി രീതിയിൽ നമ്മൾ നീങ്ങുകയല്ല ചെയ്യുക. എപ്പോഴും നമ്മളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, ഒന്ന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ മറവി രോഗം ഉണ്ടാവും, 2 ഇത് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. കാൽഷ്യം ഡിസീസിന് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന് കാൽക്കുലേഷനിൽ വളരെ പ്രശ്നങ്ങളുണ്ടാവും, 2 നമുക്ക് വഴി തെറ്റും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അബദ്ധധാരണകൾ നിലവിലുള്ള ഉറക്കത്തിനായിരിക്കും. ഉറക്കം കുറവാണ് ശരിക്കും ആൽഷൈമേഴ്സിലേക്ക് നയിക്കുന്നത്. മദ്യം വിഷം തന്നെയാണ്, ശരീരത്തിന് ആവശ്യമുള്ളൊരു സാധനമല്ല. എന്തു തന്നെയായാലും അത് തലച്ചോറിനെ ഉദ്ദേശം ഉദ്ദീപിപ്പിക്കുന്നില്ല, തളർത്തുകയാണ് ചെയ്യുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം തരം ഓർമ്മകളാണല്ലേ ഉള്ളത്. പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ പതുക്കെ ആ ഓർമ്മകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ലോക അൾഷിമേഴ്സ് ദിനത്തിൽ നമ്മളോടൊപ്പം ഡോക്ടർ റെജി പോൾ ആണ് ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ലോക അൾഷിമേഴ്സ് ദിനമാണ്. പണ്ടൊക്കെ മറവി രോഗം അല്ലെങ്കിൽ അൾഷിമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പ്രായമായ ആൾക്കാരിൽ വരുന്ന ഒരു രോഗമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അത് അങ്ങനെ പ്രായഭേദമന്യേ ചെറുപ്പക്കാർക്കിടയിലും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ശതമാനം കൂടിക്കൂടി വരികയാണ്. ഡോക്ടർ ഒരു അഭിപ്രായം എന്താണ് ഇക്കാര്യത്തോട്? ശരിക്കും നമ്മൾ ഈ ആൽഷൈമേഴ്സ്, എല്ലാ ഡിമെൻഷ്യയും ആൽഷൈമേഴ്സ് അല്ല. ആൽഷൈമർ എന്ന ഉദ്ദേശം ഒരു 80% ഡിമെൻഷ്യ രോഗികളുടെയും കാരണം ആൽഷൈമേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആൽഷൈമേഴ്സിനെ നമ്മൾ പറയുമ്പോൾ ഉദ്ദേശം 65 വയസ്സിന് മുകളിൽ, അതാണ് ആൽഷൈമേഴ്സിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. നമ്മൾ അതിനു മുമ്പുള്ള ഒരു 75-80 വയസ്സിന് മുകളിൽ നമ്മൾ സെനൈൽ ചേഞ്ചസ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ പ്രായം കൂടുതലുണ്ടാകുന്ന ഓർമ്മക്കുറവ്. ഇത് 40കളിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ അതായത് ആൽഷിമർ ഡിസീസിന് ഇപ്പോൾ ഈ ചിലപ്പോൾ അപൂർവം ചില കേസുകളിൽ, പ്രത്യേകിച്ചും കുടുംബങ്ങളിലുണ്ടാകുന്ന ആൽഷിമേഴ്സിൽ 40 വയസ്സ് മുതൽ നമുക്ക് ഈ അസുഖം ഉണ്ടാകുന്നതായിട്ടാണ് പറയുന്നത്. ശരിക്കും അതിൻ്റെ ടിപ്പിക്കൽ ഒരു ഏജ് അല്ലെങ്കിൽ പ്രായം എന്ന് പറയുന്നത് 65 വയസ്സിന് മുകളിലാണ് ആൽഷിമർ രോഗം തുടങ്ങുന്നതെന്നുള്ളതാണ് നമ്മൾ സാധാരണ ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുള്ളത്. ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം മറന്നു പോവുക. അപ്പം ജോലി തിരക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം മറന്നു പോവുക, അല്ലെങ്കിൽ സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും അപ്പം ചില കാര്യങ്ങളും ചില പേരുകൾ ചില സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അതിനെയൊക്കെ ശരിക്കും എന്താണ്, അതൊക്കെ പേടിക്കേണ്ട കാര്യങ്ങളാണോ? നമ്മൾ ഈ എല്ലാ മറവിയും ഡിമെൻഷ്യ അല്ലെങ്കിൽ ആശയനോപകമല്ല. നമ്മളൊരു സൈക്കോസിസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് നമ്മളൊരു ഫിയർ സൈക്കോസിസ് ആണ്. അതായത് എല്ലാ മറവിയും എനിക്ക് മറവി രോഗമാണോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ രോഗികൾ വരുന്നത്. നമ്മൾ ഈ മറവിയുടെ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ എന്താണ് ഓർമ്മ എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഒരു കാര്യം കേൾക്കുന്നു, ആ കേൾക്കുന്നത് നമ്മുടെ ചെവിയിലൂടെയോ അല്ലെങ്കിൽ കാണുന്നത് കണ്ണിലൂടെയോ നമ്മുടെ തലച്ചോറിനുള്ളിൽ കിടക്കുന്നു. തലച്ചോറ് അത് പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്ത് അത് മെമ്മറിയുടെ ഭാഗത്ത് തലച്ചോറിൽ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഒരു റീകോൾ ചെയ്യും. നമ്മളൊരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നമ്മൾ ഒരു ഇൻഫർമേഷൻ അവിടെ സ്റ്റോർ ചെയ്ത് അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ഒരു രീതിയായിട്ട് തന്നെ സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ കേൾക്കുന്ന കാര്യം നമുക്കൊരു ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയും. ഒരു 3-4 മിനിറ്റ് അതവിടെ അപ്പോൾ നമ്മൾ ഓർക്കും, കുറച്ച് കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത മറന്നു കളയും. പിന്നെ ഒരു ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്. ചിലപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ നമ്മൾ കഴിയുമ്പോൾ അതങ്ങ് മറന്നു കളയും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞും പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് തലച്ചോറിൽ നിൽക്കുകയുള്ളൂ. അപ്പം ഈ ഒരു അല്ലെങ്കിൽ ഒരു 3 മുതൽ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഉള്ള കാര്യങ്ങൾ ഇതിനെ നമ്മൾ തലച്ചോറിലേക്ക് സ്റ്റോർ ചെയ്തതിന് അല്ലെങ്കിൽ അവിടെ റെക്കോർഡ് ചെയ്യണതിന് മുമ്പ് അല്ലെങ്കിൽ അവിടെ പതിയണതിന് മുമ്പ് നമുക്ക് പല കാര്യങ്ങളും ഇതിനെ ബാധിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ശ്രദ്ധ, നമുക്കിപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ, നമ്മൾ മറ്റു കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുന്നുണ്ടോ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ പലതും സംസാരിക്കുന്നു, നമ്മൾ വേറെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തലച്ചോറിലേക്ക് പതിയുന്നില്ല. ഈ പതിയാത്ത കാര്യങ്ങൾ നമുക്ക് പിന്നെ അത് ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല.
അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലും നമുക്ക് ഓർമ്മപ്പിശക് ഉണ്ടാവാം. പക്ഷെ അതൊരു ഡിമെൻഷ്യോ അല്ലെങ്കിൽ രോഗലക്ഷണമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണ് അത് പേടിക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ മറവി രോഗമാകുന്ന എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിമെൻഷ്യ എന്ന് പറയുന്ന കാര്യം നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് ഓർമ്മപ്പിശക്. രണ്ടാമത്തെ പാർട്ടാണ് നമ്മുടെ ഈ ലാംഗ്വേജ് ഫങ്ഷൻ. അതായത് നമുക്ക് പേരുകളുടെ ഇത് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് അല്ലെങ്കിൽ തിരിച്ചു പറയാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഓർമ്മപ്പിശക് വരിക. ഇങ്ങനെ ആ ലാംഗ്വേജ് അല്ലെ തലച്ചോറിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് നീങ്ങുമ്പോഴാണ് നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അത് എത്തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? സാധാരണ നമ്മുടെ അനുഭവത്തിൽ, ഇപ്പം അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അനുഭവത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു ഡിമെൻഷ്യ ഉള്ള ഒരു രോഗി ഒരിക്കലും ഡോക്ടർ എനിക്ക് ഓർമ്മപ്പിശക് ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ വരാറില്ല. കാരണം ആ രോഗിക്ക് ആ ഓർമ്മപ്പിശക് ഉണ്ടെന്നുള്ള കാര്യം അറിയാനുള്ള ശേഷി ഉണ്ടാവില്ല. ഇത് കണ്ടുപിടിക്കുന്നത് കൂടെയുള്ളവരോ കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും ഒരു ഡിമെൻഷ്യ ഉള്ള രോഗി വന്നിട്ട് ഡോക്ടറെ എനിക്ക് ഓർമ്മപ്പിശക് ഉണ്ടെന്ന് നോക്കണം, ഒരിക്കലും വളരെ വളരെ അപൂർവമായിട്ടേ സംഭവിക്കാറുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും പലരും എൻ്റെ അപ്പന് അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മാവനോ കുടുംബക്കാർക്കോ ആർക്കെങ്കിലും നമുക്ക് മറവി രോഗമുണ്ട്, അപ്പോൾ എനിക്കൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് വരാറുണ്ട്. അല്ലാത്ത ആൾക്കാരിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ഓർമ്മപ്പിശകുള്ള ആൾ വന്ന് പറയില്ല, മറ്റുള്ളവരാണ് നോട്ട് ചെയ്യുക. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പിശക്, അല്ലെങ്കിൽ പലപ്പോഴും എന്തെങ്കിലും കടയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റേ ചില്ലറ മേടിക്കുമ്പോൾ തെറ്റിപ്പോവുക, കാൽക്കുലേഷൻ, അതായത് നമ്മുടെ ഈ കണക്കുകൂട്ടൽ തെറ്റുക എന്നുള്ളത് ഡിമെൻഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്, പ്രത്യേകിച്ച് അൽഷൈമർ ഡിസീസിൻ്റെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ വഴി തെറ്റിപ്പോവുക, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വഴികളിൽ തന്നെ തെറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വഴിയെ പോകുമ്പോൾ നമുക്ക് തിരിച്ച് ആ വഴി തന്നെ വരാൻ പറ്റാതിരിക്കുക. ഇത് പല ആൾക്കാർക്കും നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ പഠിക്കുന്ന സമയത്ത് തൊട്ടുമുക്കാലം വരെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് ഏതെങ്കിലും വഴിക്ക് പോകും, തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്നവരെ തിരിച്ചു വരുന്നവരെ ടാക്സി ഡ്രൈവർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ടാക്സി ഡ്രൈവർമാർക്കാണ് ഇത്രയും ഓർമ്മ ശരിക്കും നിൽക്കുക, കാരണം അവർ വളരെ ശ്രദ്ധിച്ചാണ് പോവുക. അപ്പോൾ ഈ ശ്രദ്ധ മെമ്മറിയുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ്. ഈ നല്ലൊരു ശതമാനം ഓർമ്മക്കുറവും മറ്റു കാരണങ്ങളും ഉണ്ടാവുന്നതാണ്. അതായത് നമ്മൾ അൽഷൈമറിന്റെ ഒരു കണക്ക് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ ഉദ്ദേശം 7% ആൾക്കാർക്കേ ഉള്ളൂ. ഇന്ത്യയിലെ ഉദ്ദേശം ഒരു 7 മില്യൺ ആൾക്കാരിലാണ്. 8.8 ആണ് ഇപ്പോഴത്തെ ഒരു റഫ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷേ അമേരിക്കയിലൊക്കെ ഒരു 7.7 മില്യൺ ആണ് അമേരിക്കയുടെ കണക്ക്. നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലൊരു കുഴപ്പം വിദൂര ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പുറത്തു വരില്ല. കാരണം എപ്പോഴും ആള് വലിയ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഓർമ്മപ്പിശക് പുറത്തേക്ക് പെട്ടെന്ന് വരില്ല. ഇപ്പം നമ്മളൊരു ബാങ്ക് എംപ്ലോയി അല്ലെ പ്രശ്നം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും, കാരണം കണക്ക് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പം അവർക്ക് കുറച്ചുകൂടെ നമുക്ക് തലച്ചോറിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ളവർ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കും, ഇയാൾക്ക് എന്തെങ്കിലും കണക്കിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇയാൾ എഴുതി ശരിയായിട്ടില്ല. അപ്പം അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് ഈ ഡിമെൻഷ്യ നമുക്ക് നമ്മളുടെ അടുത്തേക്ക് എത്തപ്പെടുന്നത്. നമ്മളിപ്പോൾ പറയാറുണ്ട്, ഞാനിപ്പോൾ ഒരാളുടെ പേര് മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ നമ്പർ മറന്നു പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് അതിങ്ങനെ നടന്നതല്ലേ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോഴത്തേക്കും അത് മറന്നു പോകുന്നു. ഇതൊക്കെ ശരിക്കും നമ്മൾ പേടിക്കേണ്ട കാര്യമാണോ? ഒരുപക്ഷെ ഒരു രോഗം എന്നുള്ള നിലയിൽ നമുക്കത്രയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളൊരു വളരെ തിരക്കുള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോൺഫറൻസസ് നമ്മൾ പലപ്പോഴും ഓർഗനൈസ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ 2 ദിവസം നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം കാര്യങ്ങളിൽ ഒരു 2-3 ആഴ്ചത്തേക്ക് വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള നമ്മുടെ ജോലിക്ക് പുറമെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ വളരെ അടുത്ത പരിചയക്കാർ ആ ദിവസം രാവിലെ വന്നിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കും ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, നമുക്ക് കിട്ടാറില്ല. അതായത് മറ്റു കാര്യങ്ങളിൽ വളരെ തിരക്ക് പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് റീകോൾ ചിലപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ആലോചിച്ചാൽ കിട്ടും. അപ്പോൾ ഇത് പലപ്പോഴും പേരോർമ്മയില്ല അല്ലെങ്കിൽ ഇതൊന്നും ഒരു രോഗത്തിൻ്റെ ലക്ഷണമാകണമെന്നില്ല. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു പ്രായം അനുസരിച്ച് ഒരു 60-65 വയസ്സിലുള്ള ആൾക്കാർ പ്രത്യേകിച്ചും വലിയ ജോലിയൊന്നും എടുക്കാതെ അല്ലെങ്കിൽ
റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയ ഹൈ ഡിമാൻഡിങ് പ്രൊഫഷൻ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ കാണിക്കുമ്പോൾ പൊതുവേ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. മലയാളികൾ തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ കൂടിയാണ് കൂടുതലായിട്ടും മറവി രോഗത്തിനെ കുറിച്ച് അറിയുന്നത്. ഇപ്പോൾ ഫയലൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്കിടയിലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ പറ്റാറില്ലല്ലോ, സാർ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇന്നത് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിന് ചികിത്സയുണ്ടോ? അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവരെ നമ്മൾ കെയർ ചെയ്യേണ്ടത്? ഈ ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മറവി രോഗം പറയുമ്പോൾ ഇത് ഡിമെൻഷ്യ ആണോ അല്ലയോ, അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഡിമെൻഷ്യയ്ക്ക് നമുക്ക് അസസിങ് സ്കെയിൽസ് ഉണ്ട്. ഇപ്പോൾ മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആഡൻബ്രൂക്ക് സ്കെയിൽ ഉണ്ട്. അപ്പോൾ ഓരോ നമ്മളിതിന് കുറേ ക്വസ്റ്റ്യൻസും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, ഒരു ചോദ്യാവലി, അതെല്ലാം കൊടുത്ത് നമുക്ക് ഫങ്ഷൻ, അതായത് ബ്രെയിൻ എത്രമാത്രം ഫങ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് ഇത് വന്നിരിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ പരിശോധന. അപ്പോൾ ഈ പരിശോധനയിൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ MMSCയുടെ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശം 30 നമുക്ക് മാക്സിമം വരിക. പലപ്പോഴും ഒരു 25, 26, 27 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു മൈനർ കോഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് എന്നാണ് പറയുക. അത് വളരെ ചെറിയ പ്രശ്നം, ഡിമെൻഷ്യ ആവണമെന്നില്ല. ചിലപ്പോൾ പ്രായത്തിൻ്റെ ആവാം, ചിലപ്പോൾ മറ്റ് ശ്രദ്ധയില്ലാത്തതാവാം, മറ്റു കാര്യങ്ങളാവാം, നിങ്ങളുടെ പഠന നിലവാരത്തിൻ്റെ പ്രശ്നമാവാം, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ആഡൻബ്രൂക്ക് സ്കെയിലുണ്ട്, നമ്മൾ വേറെ കുറച്ച് റേഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അസസ്മെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് എന്നിട്ടാണ് ഡിമെൻഷ്യ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനി ഏകദേശം ഒരു രൂപം കിട്ടുക. ഇനി അഥവാ നമ്മൾ ഡിമെൻഷ്യ ആണെങ്കിൽ തന്നെ ഇതിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ഇത് ഒരു സ്യൂഡോ ഡിമെൻഷ്യ, അതായത് ഡിമെൻഷ്യ ആണോ. ഉദാഹരണത്തിന് ഞാനൊരു കഥ പറയാം. ഒരിക്കലൊരു രോഗി, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഒരു 60, റിട്ടയർ ചെയ്തിട്ട് ഉദ്ദേശം 1 വർഷമായി. ഇദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത് പെട്ടെന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഇദ്ദേഹം മറവി കാണിച്ചു തുടങ്ങി. ഇദ്ദേഹത്തിന് ബാങ്കിൽ പോകാൻ പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഡിമെൻഷ്യ, റാപ്പിഡ്ലി പ്രോഗ്രസീവ് ഡിമെൻഷ്യ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അപ്പോൾ വേറെ പല സെൻറ്റേഴ്സിലും വളരെ പ്രമുഖരായ ഡോക്ടർമാർ കണ്ടിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് വരുമ്പോൾ നമ്മളതൊരു അസുഖത്തിൻ്റെ ഭാഗമാവും. ഒരു സ്ട്രോക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം, ഒരു ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം, തലച്ചോറിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം. അപ്പോൾ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്തു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനുള്ള പാകപ്പിഴകൾ, ഇതെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഷുഗർ, ചില വൈറ്റമിൻ ഡിയുടെ അല്ലെങ്കിൽ B12 കുറവ്, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓർമ്മശ ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആദ്യം തന്നെ നമുക്കൊരു ടെസ്റ്റുകളുണ്ട്. അതിനുശേഷം നമുക്ക് ഇമേജിംഗ് ഉണ്ട്. ചില ക്യാൻസറുകളുടെ ആദ്യ ലക്ഷണം ചിലപ്പോൾ ഓർമ്മശകാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓവറിയിലെ ക്യാൻസർ, ചിലപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടോ ഓർമ്മശകമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യത്തെ ലക്ഷണം. പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോംസ് എന്ന് പറയും. അപ്പം നമ്മളിതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ടെസ്റ്റുകളാണ് ചെയ്യുക. നമ്മളൊരാദ്യം ഇത് നടത്തുന്നു, നമ്മളൊരു സ്കാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു. ഇത്തരം ഒരുമാതിരി കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിന് ശേഷം ഇതിൽ നിന്നെല്ലാം നമുക്ക് ഉത്തരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഇതെല്ലാം നോർമലാണ്. പിന്നെ നമുക്ക് അതിന് ശേഷം നമ്മൾ ഇതിന് മുമ്പിൽ നമ്മൾ ഡിമെൻഷ്യ ആണോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ഡിപ്രഷൻ ആണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രത്യേക രോഗിക്ക് നമ്മൾ പിന്നെയും ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ അവസാനം നമ്മൾ അദ്ദേഹത്തെ IV ലൈൻ കൊടുത്തു, റൈൽസ് ട്യൂബിൽ ഫീഡ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏതായാലും നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇൻഫെക്ഷൻ ആണോ എന്ന് പറയാനായിട്ട് ലംബാർ പങ്ക്ചർ ചെയ്തു, ചെയ്യാത്തൊരു ടെസ്റ്റും ബാക്കിയില്ല, എല്ലാം നോർമലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിമെൻഷ്യ വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ സൈക്യാട്രിസ്റ്റും കൂടി ഇരുന്ന് ആലോചിച്ചു എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അവരും നമ്മൾ ഡിപ്രഷൻ എന്ന് പറയണതിന് കാരണങ്ങളൊന്നും കാണുന്നില്ല, പക്ഷേ റിട്ടയർ ചെയ്തു, പ്രത്യേകിച്ച് ജോലി ഇല്ലാണ്ടായി, അങ്ങനത്തെ ഒരു അവസ്ഥ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഫീഡ് ചെയ്തു, ഡിപ്രഷന് മരുന്ന് കൊടുത്തു, ആൾ ബെറ്ററായി, വീട്ടിൽ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഭക്ഷണം കഴിപ്പ് നിർത്തി. അതായത് പത്രത്തിൽ വായിച്ചു ഏതോ ഒരു വീട്ടിലെ മകൾ അമ്മയ്ക്ക് വിഷം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പാരനോയിഡ് ഐഡിയ, അതായത് സംശയരോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് കാണിച്ചത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് തീർച്ചയായും ഇത് ഒരുപക്ഷെ ഡിമെൻഷ്യ ആയിരിക്കില്ല, ഡിപ്രഷൻ ആയിരിക്കാം. അപ്പോൾ സൈക്യാട്രിസ്റ്റുമായിട്ട് വീണ്ടും വന്നു, വീണ്ടും ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 വർഷമായി ഈ രോഗി വളരെ നോർമലായിട്ട് ജീവിക്കുന്നു. അപ്പോൾ സിവിയർ ഡിപ്രഷൻ നമുക്ക് ഡിമെൻഷ്യയുടെ ഒരു കാരണമാണ്. അതിന് നമ്മൾ സ്യൂഡോ ഡിമെൻഷ്യ എന്നാണ് പറയുന്നത്.
അപ്പോൾ ഞാനൊരു ഉദാഹരണം എല്ലാ ഡിപ്രഷനും ഡിമെൻഷ്യ അല്ല, അല്ലെങ്കിൽ ഡിമെൻഷ്യ ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഒരു സൈക്യാട്രി രീതിയിൽ നമ്മൾ നീങ്ങുകയല്ല ചെയ്യുക. എപ്പോഴും നമ്മളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, ഒന്ന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ മറവി രോഗം ഉണ്ടാകുന്നത്, രണ്ട് ഇത് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ. ഈ പലപ്പോഴും നമുക്ക് ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുടുംബത്തിൽ കുഴപ്പമില്ല, സാമ്പത്തികമായി കുഴപ്പമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നും വേണമെന്നില്ല. അത് നമ്മുടെ ഉള്ളിലുള്ള തലച്ചോറുള്ള തന്മാത്രകളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന് ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, എന്തോ ഒരു ഡൗട്ട്ഫുൾ ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് എത്തി, അത് കണ്ടു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡിമെൻഷ്യയിലേക്ക് എത്തുന്നു. ഡിമെൻഷ്യയിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഒന്ന് എന്താണ് ഡിമെൻഷ്യയുടെ കാരണം, അപ്പോൾ നമുക്ക് സ്കാനിൽ കൂടി ഏകദേശം നമുക്കത് നിർണ്ണയിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ആൽഷൈമർ രോഗമാണോ, അത് ഫ്രോണ്ടോ ടെമ്പിൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുടെ ഭാഗമാണോ. ഫ്രോണ്ടോ ടെമ്പിൾ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഹേവിയറൽ സിംറ്റംസ്, സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, റെസ്റ്റ്ലെസ് ആവുക, അല്ലെങ്കിൽ നമുക്ക് ഒരു രാത്രി ഉറക്കമില്ലാതിരിക്കുക, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളാണ് അതിന് വരിക. നേരെ ആൽഷൈമർ ഡിസീസിന് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമുക്ക് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് കാൽക്കുലേഷനിൽ വളരെ പ്രശ്നങ്ങളുണ്ടാവും, രണ്ട് നമുക്ക് വഴി തെറ്റും. നമ്മൾ ഒരിക്കൽ ചില പ്രമുഖ വ്യക്തികൾ അടുത്ത കാലത്ത് മൈസൂരിൽ നിന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അദ്ദേഹം നടക്കാൻ പോയതാണ്, കാണാണ്ട് പോയി, ഡിമെൻഷ്യ രോഗിയായിരുന്നു, വളരെ പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അവസാനം അദ്ദേഹം ട്രെയിനിൽ കയറി നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. അവസാനം വാരാണസി ഏതോ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ കിട്ടുകയാണ് ചെയ്തത്, കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് പോണ വഴി അറിയില്ല, തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പൊതുവെ ആൽഷൈമർ രോഗത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. തന്മാത്ര എന്ന സിനിമ ഇതിനൊരു അവബോധം സൃഷ്ടിക്കാൻ വളരെയധികം പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഒരു സിനിമ എടുക്കുമ്പോൾ നമുക്കതിനെ ഒരു കുറച്ചൊരു മെലോഡ്രാമ രീതിയിലാണ് സിനിമ ചിത്രീകരിക്കുക. അത്രയും പ്രശ്നങ്ങൾ കുറഞ്ഞ കാലയളവുകൾ നമ്മൾ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അതായത് 8-10 വർഷം കൊണ്ടാവുന്ന കാര്യമാണ് നമുക്ക് ആ സിനിമയെ കാണിച്ചു കൂട്ടിയത്. അത് കുഴപ്പമില്ല, സിനിമയ്ക്ക് അതിന് പരിമിതികളുണ്ട്. അപ്പോൾ അതായത് അവയവദാനത്തിനെതിരെ ഒരു സിനിമ വന്നു, അത് കാരണം കേരളത്തിലെ അവയവദാനം തന്നെ നിലച്ചുപോയി. ഇതെല്ലാം നമ്മുടെ സിനിമയുടെ ഒരു നെഗറ്റീവ് സൈഡാണ് ആ പറയുന്നത്. അപ്പോൾ നമ്മൾ ആൽഷൈമർ രോഗത്തിൻ്റെ ചികിത്സയിലേക്ക് കടക്കുമ്പോൾ നമുക്കിപ്പോൾ ക്യൂറേറ്റീവ്, അതായത് നമുക്കൊരു ക്യൂറായിട്ടുള്ള ഒരു രീതി നമുക്ക് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. നമുക്കത് എങ്ങനെ ഉണ്ടാവുന്നു എന്നറിയാം, എന്ത് കൊണ്ടാണ് അത് ഉണ്ടാവുന്നതെന്നറിയാം, ബ്രെയിനിൽ എന്താ പ്രോസസ്സാണ് നടക്കുന്നതെന്നറിയാം. പക്ഷേ പ്രോസസ്സിനെ നിർത്താൻ പാകത്തിനുള്ള ഒരു പരിപാടി നമുക്ക് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് നമുക്ക് സ്ട്രോക്കിന് ചികിത്സ ഉണ്ടായിരുന്നില്ല. നമുക്കെന്ന് ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ വാർഡിൻ്റെ ഒരു മൂലയ്ക്കൽ ഒരു റൈസ് ട്യൂബും ഒരു മൂത്രത്തിലൊരു കത്തീറ്ററും ഇട്ട് ഒരു രോഗി മൂലയ്ക്ക് കിടക്കണു, ഒരു ആസ്പിരിൻ ടാബ്ലറ്റ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് സ്ട്രോക്കിന് ഏത് തരത്തിൽ വേണമെങ്കിലും ചികിത്സ നിലവിലുണ്ട്. അപ്പോൾ ഈ ചികിത്സകളെല്ലാം ഒരു 94-95 ശേഷം ഇവോൾവ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം ഇപ്പം നമുക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് അടക്കമുള്ള പല ചികിത്സാ രീതികളും നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അമൈലോയ്ഡ് ഫിലമെന്റ് പ്രിക്കസറിൻ്റെ ഇത് ബ്ലഡിലും അല്ലെങ്കിൽ ബ്രെയിനിൽ ഫ്ലൂയിഡിലും അസസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ടെസ്റ്റുകൾ ചെയ്ത് കുറെ കൂടി ഒരു ഡെഫിനിറ്റീവ് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഈ വരുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പലതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അസുഖം പ്രോഗ്രസ് ചെയ്യുന്നത് നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ കണ്ടുപിടുത്തം. പക്ഷേ ഈ മരുന്നുകളൊക്കെ വളരെ ചെലവേറിയതാണ്. 2030-32 ശേഷം പേറ്റന്റ് എക്സ്പയറി പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ഇന്ത്യയിലൊക്കെ നമുക്ക് അവൈലബിൾ ആവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. മുൻപൊരു പഠനത്തിൽ വായിച്ചതുപോലെ ഓർക്കുന്നുണ്ട്, ഉറക്കം കൂടിയാൽ മറവി ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? ഉറക്കം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അബദ്ധധാരണകൾ നിലവിലുള്ള ഉറക്കത്തിനായിരിക്കും. ഉറക്കം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഉറക്കം കുറവാണ് ശരിക്കും ആൽഷൈമേഴ്സിലേക്ക് നയിക്കുക. അതിന് ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ ഉറക്കത്തിന് 2 പാർട്ടുണ്ട്. ഒന്ന് NREM സ്ലീപ്പ്, നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പും, അല്ലെങ്കിൽ REM സ്ലീപ്പും. ഈ 2 ഭാഗങ്ങളായിട്ടാണ് ഉറക്കം നിൽക്കുക. അതിൽ NREM സ്ലീപ്പിലാണ് നമ്മുടെ ഈ ബ്രെയിനിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റം, വിസർജ്യം കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഗ്ലയൽ ലിംഫാറ്റിക്സ് എന്ന് പറയും. ഈ ലിംഫാറ്റിക്സ് ശരിക്കും പ്രവർത്തിക്കുന്നത് ഈ NREM സ്ലീപ്പിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ NREM സ്ലീപ്പാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പ്. അപ്പോൾ ഡീപ്പ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ ഈ സിസ്റ്റം പകൽ സമയത്ത് മുഴുവൻ വളരെ ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിൽ കൂടി ഫ്ലോ നടക്കുന്നില്ല.
രാത്രിയാകുമ്പോൾ ഇതെല്ലാം നല്ലോണം ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ പകൽ മുഴുവനും ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന എല്ലാ വിസർജ്യങ്ങളും പുറത്തേക്ക് എടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമില്ലെങ്കിൽ സിസ്റ്റം ബ്ലോക്ക് ആവും. ഈ പറയുന്ന വിസർജ്യങ്ങൾ കെട്ടിക്കിടക്കും. ബ്രെയിനിലെ അമൈലോയിഡ് പ്ലാക്സ് അതുപോലെ ആ കോശങ്ങൾ നശിക്കുന്നതിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഉറക്കം കുറവുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ കാര്യം ഈ സെനാപ്റ്റിക് പ്രൂണിംഗ് എന്ന് പറയും. അതായത് നമുക്ക് ബ്രെയിനിൽ പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മൾ ഈ ട്രെയിനിങ്ങിലും എന്ത് കാര്യം കൊണ്ടും ബ്രെയിനിൽ ഉണ്ടാകുന്നത് സിനാപ്സസ് ആണ്, അതായത് കണക്ഷൻസ്. ഞാൻ താങ്കളെ കാണുന്നു, ഈ കാണുന്നതും ഞാൻ ഈ സംസാരിക്കുന്നതും പേരിൽ എൻ്റെ തലച്ചോറിലെ പല അവയവങ്ങളുമായിട്ടൊരു പുതിയ കണക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സിനാപ്സാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു പുതിയ കണക്ഷനാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഒരു തിരക്കുള്ള ആളാണെങ്കിൽ ഞാൻ ലക്ഷോപലക്ഷം കണക്ഷൻസ് ആയിരിക്കും ഒരു ദിവസം ഞാൻ കാണുക. ഞാൻ കാണുന്ന ഓരോ കാഴ്ചകൾക്കും ഓരോ പുതിയ കാര്യങ്ങൾക്കും ഒരു പുതിയ കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കണക്ഷൻസ് ഒരുപക്ഷെ ആ ദിവസത്തിന് ശേഷം എനിക്ക് വലിയ ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഇപ്പം നമ്മൾ ആവശ്യം കൂടുതൽ സമയം നമ്മളിവിടെ ഇരുന്നു, നമ്മുടെ മെമ്മറിയിൽ ഒരു പതിക്കാൻ പാകത്തിലുള്ള സമയം നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പുതിയ കണക്ഷൻസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഈ ഒത്തിരി കണക്ഷൻസ് ആവശ്യമില്ലാത്തതുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്ന കണക്ഷൻസ് ഉണ്ടാവും. ഈ കണക്ഷൻസ് എല്ലാം കട്ട് ചെയ്യുന്ന REM സ്ലീപ്പിലാണ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. സെനാപ്റ്റിക് പ്രൂണിംഗ് എന്നാണ് അതിന് പറയുക. അപ്പോൾ നിങ്ങൾക്കൊരു ഓവർലോഡ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ കുറേ അധികം ഹാർഡ് ഡിസ്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ വന്ന് എന്ത് ചെയ്യും, അല്ലെങ്കിൽ റാം കറപ്റ്റ് ആയാൽ എന്ത് ചെയ്യും, നമ്മൾ ഹാർഡ് ഡിസ്ക് ഡിലീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ ഡെലീഷൻ, ഈ സൈനാപ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന REM സ്ലീപ്പിലാണ്. അങ്ങനെ ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉറക്കത്തിലാണ് നടക്കുക. ഈ ഉറക്കം കൂടുതലും മെമ്മറി എന്ന് പറയുന്ന ഒരു പക്ഷേ അസ്ഥാനത്തായിരിക്കും. പിന്നെ കൂടുതൽ ഉറക്കം ഉണ്ടെങ്കിൽ നമ്മൾ അസുഖം ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അതിന് കാരണം എക്സസീവ് സ്ലീപ്പ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ തൈറോയിഡിൻ്റെ അസുഖം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റബോളിക് അസുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്ലീപ്പ് അപ്നിയാസ്, അതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സ്ലീപ്പ് അപ്നിയ, ഇപ്പോൾ സെൻട്രൽ സ്ലീപ്പ് അപ്നിയ, എന്തെങ്കിലും നമുക്ക് ആ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ആ ഇതുള്ളതുകൊണ്ട് നമുക്ക് ഒരു കുറച്ച് നേരത്തേക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഭാവിയിൽ ഓർമ്മശയിലേക്ക് നയിച്ചേക്കാം. ആ ഒരു ഭാഗം വിട്ട് കളഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉറക്കം പ്രത്യേകിച്ച് വലിയ പ്രശ്നമല്ല. പക്ഷെ അതൊരു അസുഖത്തിന്റെ ലക്ഷണമാണ്. അതൊരിക്കലും ഒരു നോർമൽ അല്ല. സാറ് നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും രോഗമുള്ളവർക്ക്, അതായത് പ്രമേഹം പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഇതുപോലെ ഓർമ്മപ്പിശക് ഉണ്ടാകാമെന്ന് പറഞ്ഞല്ലോ. അത് അവർ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണോ, അല്ലെങ്കിൽ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വിറക്കി കൊടുക്കുന്ന ഒരു മരുന്ന്, പാർക്കിൻസൺ രോഗത്തിന് ട്രൈഹെക്സിഫിനിഡ് അല്ല പാസിറ്റൈൻ എന്ന് അറിയപ്പെടുന്ന മരുന്ന്, ഇത് ഒരു 60 വയസ്സിന് ശേഷം ഒരാൾക്ക് കൊടുത്താൽ പലപ്പോഴും അവർക്ക് ഓർമ്മപ്പിശക്, ഹാലൂസിനേഷൻസ്, അറിയാതെ മൂത്രം പോവുക, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ചില മരുന്നുകളും നിലവിലുണ്ട്, ചില സൈക്യാട്രി ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ. അപ്പോൾ അത് നമുക്ക് ചില ഡോസിൻ്റെ വ്യത്യാസങ്ങൾ, ഷുഗറിൻ്റെ മരുന്നുകൾക്ക് പ്രത്യേകിച്ചും നമ്മളങ്ങനെ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട മരുന്നുകളാണ് ഷുഗറിന് കൊടുക്കുന്ന മരുന്ന്. ഈ പലർക്കും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ ഷുഗറിൻ്റെ മരുന്നുകളെക്കാളും നമ്മുടെ പ്രശ്നം ആ ഷുഗർ കൂടിയത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ HbA1c നമുക്ക് ഈ 3 മാസത്തെ ഒരു ആവറേജ് കാണുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ വന്ന് കാണുമ്പോൾ 9.5, 10 ഒക്കെയാണ് നമുക്ക് ആവറേജ് കാണുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇയാളുടെ സിസ്റ്റം മുഴുവൻ ഹൈ ഗ്ലൂക്കോസിൽ കിടക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഫാസ്റ്റിംഗ് ത്രൂ നോക്കും. പക്ഷേ ഈ 3 months ആവറേജ് ആണ് അതിൻ്റെ ഒരു കണക്ക്, ഗൈഡ് ലൈൻ അതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഡയബറ്റീസ് കൂടുതൽ കിടക്കുമ്പോൾ എന്താണ്, ഓൾട്ടർനേറ്റ് സിസ്റ്റത്തിലേക്ക് മെറ്റബോളിസം മാറും, ടോക്സിക് സാധനങ്ങൾ ഉണ്ടാവും, അത് ഞരമ്പുകളെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും, ഇതെല്ലാം ഒരുമിച്ചാണ് ബാധിക്കുക. അതായത് കണ്ണിന് പ്രശ്നമുണ്ടെങ്കിൽ കിഡ്നിക്കും പ്രശ്നമുണ്ട്, ഞരമ്പിനും പ്രശ്നമുണ്ട്, രക്തക്കോളുകൾക്ക് പ്രശ്നമുണ്ട്, ഹാർട്ടിനും പ്രശ്നമുണ്ട്, തലച്ചോറിനും പ്രശ്നമുണ്ട്. ഏത് ആദ്യം പുറത്തേക്ക് വരുന്നു എന്നുള്ളത് മാത്രമേ അതിൽ ഒരു ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും. മരുന്നുകൾക്ക് പ്രശ്നം നമുക്ക് പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള തലച്ചോറിനെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മരുന്നുകൾക്കാണ് പ്രത്യേകിച്ചും ഓർമ്മപ്പിശക് ഉണ്ടാക്കാവുന്നത്. അല്ലാതെ ഷുഗറിൻ്റെ മരുന്നുകൾ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് അതിനൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ കൂടെ ഉണ്ടാവുന്ന എന്തെങ്കിലും സോഡിയം കുറവ്, അല്ലെങ്കിൽ ഷുഗർ കുറയുക, ക്രമത്തിലധികം കുറയുക. ചില മരുന്നുകൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഷുഗറും കുറഞ്ഞു പോകും, അതും നമുക്ക് ഓർമ്മപ്പിശക് ഉണ്ടാക്കും. കാരണം തലച്ചോറ് ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് വേണ്ട ഒരു അവയവമാണ്. 3 മിനിറ്റിൽ കൂടുതൽ തലച്ചോറിന് ഗ്ലൂക്കോസ് കിട്ടിയില്ലെങ്കിൽ തലച്ചോറിൽ ന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ആ തിരിച്ച് സപ്ലൈ വന്നില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും.
ചെറുപ്പക്കാരിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഒക്കെ മറന്നു പോകുന്നു. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുക അല്ലെങ്കിൽ എക്സാം ഹോളിൽ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഉത്തരങ്ങൾ മറന്നു പോകുന്നു. പിന്നെ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി അല്ലെങ്കിൽ ഒന്ന് കുളിക്കുമ്പോഴൊക്കെ ആയിരിക്കും എനിക്ക് ഉത്തരം മനസ്സിലായി, ഓർമ്മ വന്നല്ലോ എന്നിങ്ങനെ ഓർക്കുന്നത്. അപ്പോൾ ചെറുപ്പക്കാർക്കിടയിലും കുട്ടികൾക്കിടയിലും ഒക്കെ ഇത്തരത്തിലുള്ള മറവി രോഗങ്ങൾ ഇപ്പം നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ ഒക്കെ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് പഠനങ്ങൾ പറയുന്നുണ്ടോ? ഇത് കൂടി വരുന്നതല്ലേ, നേരത്തെ ഉണ്ട്. ആളുകൾ തിരിച്ചറിയാത്ത ബുദ്ധിമുട്ടാണോ? അത് തിരിച്ചറിയാണ്ട് പോകുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ പഠിക്കുന്ന പലർക്കും പഠിക്കുക എന്ന് പറഞ്ഞൊരു സൈഡ് ബിസിനസ്സും, അവർക്കിതൊന്നും വലിയ അന്ന് പഠിച്ചില്ലെങ്കിലും ഇപ്പോൾ മിക്കവാറും പേര് എന്തെങ്കിലുമൊക്കെ അപ്പനും അമ്മയെങ്കിലും കച്ചവടമോ ജോലിയോ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ചിലർ കൂലിപ്പണിക്കാരുണ്ട്, അല്ലെങ്കിൽ ചിലർ അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ളവരുണ്ട്, ചിലർ ന്യായമായിട്ടുള്ള അല്ലാത്ത ജോലി എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും 10 വരെ ഇരുന്നു, പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിച്ചു വിടുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അങ്ങനെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന അദ്ദേഹം ക്ഷേത്രത്തിലെ ഈ കഴകത്തിൽപ്പെട്ട ഒരാളായിരുന്നു, വാദ്യം ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നു. ഇദ്ദേഹം ഒരു 4-5 വർഷം മുമ്പ് നാട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കായിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ഞാൻ പിള്ളേരെ പക്ഷെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം നമ്മൾ 2 രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ്, ഈ പണ്ട് കാലത്ത് ഇവർ പഠിക്കാതെ പലതും അവർക്ക് കഴിവില്ലാഞ്ഞിട്ടായിരിക്കില്ല. എന്തെങ്കിലും ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രീഷൻ്റെ പ്രശ്നം. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ 70കളിൽ സ്കൂൾ പഠിച്ചവർക്കറിയാം, മിക്കവാറും അന്ന് അമേരിക്കൻ മാവ് അല്ലെങ്കിൽ ഗോതമ്പും പാലും എന്നൊക്കെ പറഞ്ഞിട്ട് കെയർ സ്കീമിൽ അത് കിട്ടിയിരുന്നായിരുന്നു പലരുടെ ഉച്ചഭക്ഷണം. അന്ന് സ്വന്തമായിട്ട് ഉച്ചഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്കാർ കുറവായിരുന്നു. കാരണം ഇന്നത്തെ മാതിരി സൗകര്യങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഞാനീ പറയുന്നത് വലിയ വിദൂരമായിട്ടുള്ള കാലമൊന്നുമല്ല, പക്ഷെ ആ കാലഘട്ടത്തിലും നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ആ വീട്ടിൽ പലപ്പോഴും അങ്ങനെ ഭയങ്കരമായിട്ട് ഭക്ഷണങ്ങളോ ഒന്നും കിട്ടാത്ത സാഹചര്യം, ന്യൂട്രീഷന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ വീട്ടിൽ പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു, സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ പലരും എന്തിനാ ഇപ്പൊ പഠിക്കണത്, അതിനുള്ള അറിവിനേക്കാളും എന്തിനിത് പഠിക്കണം എന്നുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്കിപ്പോൾ വെറുതെ നടന്നാലും എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കാം. അല്ലെങ്കിൽ ചിലർ അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടി വിട്ട് ബാംഗ്ലൂർക്കോ ചെന്നൈ മദ്രാസിനോ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും. അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കും. കുറച്ച് കഴിഞ്ഞ് കുറച്ച് പേർക്ക് സിനിമ കാണാനായിരുന്നു താല്പര്യം. അപ്പം അന്നൊരു ക്രിയേറ്റീവ് ഇൻട്രസ്റ്റ് ഒന്നും അങ്ങനെ ആൾക്കാർ പരിപോഷിപ്പിക്കില്ലായിരുന്നു. ഇപ്പോൾ ചില പാട്ടുകാരുണ്ട്, അപ്പോൾ പാട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ, ബാക്കി പാടണം ഇപ്പം ആർക്ക് വേണേലും പാടാലോ. അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് അന്നില്ലായിരുന്നു. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനത് പറഞ്ഞു വന്നത്, നമുക്ക് പല ആൾക്കാർക്കും ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് ഇപ്പോഴത്തെ പലപ്പോഴും ഞങ്ങൾ അന്ന് പഠിച്ചിരുന്നതിനേക്കാളും ഒത്തിരി കൂടുതൽ കാര്യം ഇന്നത്തെ കരിക്കുലത്തിലുണ്ട്. അന്ന് നമ്മൾ പഠിക്കുന്നതിൻ്റെ വളരെ കൂടുതലുണ്ട്. നമ്മൾ പറയും പണ്ട് കാലത്ത് വലിയ ക്യാമറ ഇപ്പം ഇല്ല, അതല്ല എൻ്റെ അർത്ഥം. ഇന്ന് കുറേ കൂടി ഇൻഫർമേഷൻ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, കുട്ടികൾക്ക് മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. മറ്റേതിപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒന്നില്ലേ 4 മണി വരെ കളിക്കുക, നമുക്കൊന്ന് TV ഇല്ല, മൊബൈൽ ഫോണില്ല, ഈ പറയുന്ന ഒരു അനുസരികളും കൂടെ ഇല്ല. താല്പര്യമുള്ളവർക്ക് വേറെ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കാം. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നതും ഒരു ഡിവൈസ്, അതിലേക്ക് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മളൊരു ഡിവൈസ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒന്ന്, നമ്മൾ ഈ കുട്ടികളിലും ചെറുപ്പക്കാരിലും കാണുന്ന 2 കാര്യമാണ്. ഒന്ന് ശ്രദ്ധക്കുറവ്, 1 പഠന വൈകല്യങ്ങൾ, 3 നമ്മുടെ ഡിവൈസിൻ്റെ ഉപയോഗം, പിന്നെ 4 ലഹരി. ഏറ്റവും പ്രശ്നം ഇപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് ഇപ്പോഴത്തെ സമൂഹത്തിലും ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയ്ക്കും നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഏറ്റവും മടിക്കുന്നതും കണ്ണടിച്ചിരുട്ടാക്കുന്നതും ഈ ലഹരിയുടെ ഉപയോഗമാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യം. ഇപ്പം ചില ആളുകളൊക്കെ മദ്യപിക്കുമ്പോൾ അല്ലെങ്കിൽ ലഹരി യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു കുറച്ച് സമയത്തേക്ക് അവർക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നു. പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ കുറച്ചു നേരം കഴിയുമ്പോഴൊക്കെ അവർക്ക് തിരികെ ഓർമ്മകൾ വരുന്നു. ഇതൊക്കെ എപ്പോഴെങ്കിലും അവരുടെ ലൈഫിനെ എപ്പോഴെങ്കിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? മദ്യപാനം ഇപ്പോഴത്തെ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം 1 ml മദ്യം പോലും അപകടകാരിയാണെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ അത് ശരിയാണ്. നമ്മളങ്ങനെ വല്ലപ്പോഴും മദ്യപിക്കുന്നവർക്ക് ഇപ്പം അങ്ങനെ വലിയൊരു
അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അത് മദ്യപിക്കാനുള്ള ഒരു ലൈസൻസ് ആവണമെന്നില്ല. മദ്യം വിഷം തന്നെയാണ്, ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമല്ല. എന്തു തന്നെയായാലും അത് തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുന്നില്ല, തളർത്തുകയാണ് ചെയ്യുക. അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ആൽക്കഹോളിസം എപ്പോഴും ഭാവിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ തലച്ചോറ് ഏറ്റവും കൂടുതൽ നമ്മൾ ആൽക്കഹോളിൻ്റെ പ്രശ്നം ബാധിക്കുന്ന 2 അവയവങ്ങൾ, ഒന്ന് ഞരമ്പുകൾ, തലച്ചോറ്, ലിവർ, ഈ 3 കാര്യമാണ്. ഈ 3 അവയവങ്ങളും നമുക്ക് വേണ്ട കപ്പാസിറ്റിയുടെ 3-4 ഇരട്ടി സ്റ്റോർ അവിടെ ഉണ്ട്. അപ്പോൾ അത്രയും നശിച്ചു കഴിയുമ്പോഴേ ലക്ഷണങ്ങൾ പുറത്തറിയുള്ളൂ. അപ്പോൾ അതിന് ചിലപ്പോൾ കാലങ്ങൾ തന്നെ എടുക്കും. പക്ഷെ ആ നാശം ഒരു പക്ഷെ സ്ഥായി ആയിരിക്കും, പെർമനന്റ് ആയിരിക്കും, അത് തിരിച്ചു വരില്ല. ഇപ്പൊ എപ്പോഴും ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗത്തിന് ചികിത്സയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്കിലും ഈ രോഗം നമുക്ക് മൂർച്ഛിക്കാതിരിക്കാനും അല്ലെങ്കിൽ അത് തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ കുറച്ച് അതിനെ ഒന്ന് തള്ളി നീക്കി വെക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ടോ? നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ നിലവിലുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കൊരു 5 എണ്ണമെങ്കിലും ഉണ്ട്. മരുന്നുകൾ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്നുണ്ട്. നമുക്ക് ഒരുപക്ഷെ നമുക്ക് അവരുടെ ഒരു 7 വർഷം 8 വർഷം എങ്ങനെ പോയാലും വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാനുള്ള അതിനുള്ള വകുപ്പുകൾ ഇപ്പൊ തന്നെ അസുഖം കണ്ടുപിടിച്ചതിന് ശേഷം. ഓക്കെ, ഇത് കണ്ടുപിടിച്ചിട്ട് തുടക്കത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിയും? മരുന്നല്ലാതെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം? അതിൽ നമുക്ക് പ്രത്യേകിച്ചും ഒരു രോഗിക്ക് നമുക്കറിയാലോ, ആൽഷിമർ ഡിസീസിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ജോഗ്രാഫിക്കൽ ഡിസോറിയന്റേഷൻ, അതായത് നമുക്ക് സ്ഥലങ്ങളുടെ നമുക്കറിവില്ലായ്മ. അപ്പൊ അവർക്ക് ഏറ്റവും വലിയ കാര്യം രോഗിയെ പരിചിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ അനുവദിക്കുക. സ്വന്തം വീടാണെങ്കിൽ പെട്ടെന്ന് മാറുമ്പോഴായിരിക്കും പ്രശ്നം വരിക. അപ്പൊ അവർക്ക് ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി അതൊക്കെ നടക്കുമ്പോൾ ലൈറ്റ് ഇട്ട് വെക്കുക. ആ സ്ഥിരമായിട്ട് പെരുമാറുന്ന വഴികൾ നമ്മളെപ്പോഴും അതുപോലെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ പദപ്രശ്നം പൂരിപ്പിക്കുക, പത്രങ്ങൾ വായിക്കുക, ന്യൂസുകൾ കേൾക്കുക, അതൊക്കെ കുറേയൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ബിഹേവിയറൽ സിംറ്റംസ് പുറത്തേക്ക്, അപ്പോഴത്തേക്കും ഫ്രോണ്ടൽ ലോബ് നമുക്ക് പ്രശ്നം ഉണ്ടാവും, നമുക്ക് സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങളിൽ മാറ്റം വരും. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വരാറുണ്ട്. അത് എത്രയൊക്കെ ആയാലും നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡിമെൻഷ്യ ട്രീറ്റിംഗ് ഹോംസ് നിലവിലുണ്ട്. അൽഷമേഴ്സ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡർ സൊസൈറ്റി നടത്തുന്ന തൃശ്ശൂരും കോഴിക്കോടും ഹാർമണി ഹോംസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള രോഗികളെ അവിടെ താമസിച്ച് അവിടെ പാർപ്പിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ പല സെറ്റപ്പുകളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം കേരളം ഇപ്പോഴത്തെ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10-15 വർഷത്തിനും വയോജനങ്ങളുടെ നാടാവും. ചെറുപ്പക്കാരോട് നിൽക്കുന്നില്ല. ഇന്നത്തെ നമ്മൾ ന്യൂസിൽ വായിച്ചു H1B വിസയ്ക്കുള്ള ക്യാപ്പ് കൂട്ടി. അപ്പൊ കുറെ അധികം ചിലപ്പോൾ ടാലന്റ് തിരിച്ചു വരാം. ഇപ്പൊ എല്ലാ വീടുകളിലും വൃദ്ധജനങ്ങൾ മാത്രം. അതെ, അപ്പൊ അതായത് നമ്മള് ഒരുപക്ഷെ അക്കരപ്പച്ചയാണ്. ഞാനും പഠിച്ചിരുന്ന സമയത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു. എല്ലാം ശരിയായി പോകാൻ നിന്നപ്പോ മാതാവ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഏത് രാജ്യത്ത് പോയാലും നീ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിരിക്കും. അപ്പൊ അന്ന് ഇവിടെ നിൽക്കുന്നതിന് നമുക്ക് ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അത്ര സൗകര്യങ്ങളില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 20-25 വർഷത്തിനിപ്പുറം നമ്മുടെ നാട്ടിൽ എല്ലാ സൗകര്യമുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഞാൻ അന്ന് പോകാൻ പറ്റാതിരുന്നതിലോ അല്ലെങ്കിൽ പോകാതിരുന്നതിലോ വലിയ വിഷമങ്ങളൊന്നും തോന്നുന്നില്ല. പുറത്ത് നമ്മുടെ ചില നല്ല വശങ്ങളുണ്ട്. നമുക്കൊരു ട്രെയിനിങ് എടുക്കാൻ പോവാം. ഇപ്പൊ ബോംബെയിലൊക്കെ ഒത്തിരി ബിസിനസ്സുകാർ മക്കളെയൊക്കെ പുറത്തോട്ട് പഠിപ്പിക്കും. അവർ തിരിച്ചു വന്ന് കുടുംബത്തിലെ ബിസിനസ് ചേരും. അവർ വീണ്ടും അതിലേക്ക് തന്നെ ചേരും. അവർ ഇന്റർനാഷണൽ റിലേഷൻസ് സംഘടിപ്പിക്കും. അതിൽ കൂടെ ഒരു ബിസിനസ് വളർത്തും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ കാണുക. കേരളം ഒരുപക്ഷെ ആ രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. നമുക്ക് ടാലന്റ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്. നമുക്ക് പഴയ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടതാണെങ്കിൽ ഒന്ന് മാറ്റി നിന്ന് കഴിഞ്ഞാൽ യുവജനങ്ങൾ തിരിച്ചു വരും. ഇത്തരം ചലഞ്ചസ് ഒക്കെ നമുക്ക് നേരിടാനും പറ്റും. നമുക്കുണ്ടാകുന്ന എല്ലാ മറവികളും മറവി രോഗമല്ല. ഡോക്ടർ റെജി പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് അറിവുകളാണ് പങ്കുവച്ചിട്ടുള്ളത്. പേടിക്കാനുള്ള ഒരു കാര്യമല്ല ഇത് എന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ കുറെ കാലം നമുക്ക് നമ്മുടെ രോഗത്തെ പിടിച്ചു കെട്ടാനാവുമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. എന്തായാലും വളരെ നന്ദി.